ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു നാടൻ നെത്തോലി കറിയും കുറച്ച് നെത്തോലി ഫ്രൈയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പവും എന്നാൽ നല്ല സ്വാദുമുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ നെത്തോലി പഴയ കാലങ്ങളിൽ കടൽ തീരത്തെ ചെറു കുടിലുകളിൽ ജീവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു കരുതലായിരുന്നു അത്രേ. അവർ കൊണ്ടുവരുന്ന വലിയ മീനുകളെല്ലാം വിപണിയിലേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞൻ മീനുകൾ അവരുടെ വീട്ടിലെ മൺപാത്രത്തിലേക്കും പോകും. പിന്നെ അവരതിനെ എളുപ്പത്തിൽ സ്വാദുള്ള ഒരു കറിയാക്കി മാറ്റും. നെത്തോലി കറി ഉണ്ടെങ്കിൽ ആരും വിശപ്പില്ല എന്ന് പറയില്ല എത്രേ. എത്ര വിശപ്പില്ലാത്തവരും ഈ കറി കിട്ടിയാൽ കുറച്ച് ചോറുണ്ണാം എന്ന് പറയുമെന്നാണ് പറയുന്നത്. വരൂ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ നെത്തോലിയിലേക്ക് 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കറിവേപ്പിലയും ചേർത്ത് നന്നായി പുരട്ടി 10 മിനിറ്റ് നേരത്തേക്ക് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ മീൻ തന്നെയാണ് ഞാൻ കറിക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള ആ ആശയം നമ്മുടെ പണി കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ. കറിയിലേക്കായി ഞാൻ ഒരു മിക്സി ജാറിലേക്ക് 1 ഇടത്തരം തക്കാളിയും 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ചെറിയ സവാളയും ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിവിടെ ഞാനിപ്പോൾ നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു 10-15 ചെറിയ ഉള്ളിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ വേണം. അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി വൃത്തിയാക്കി എടുക്കാം. ആൻജോവീസ് എന്നറിയപ്പെടുന്ന ഈ കുഞ്ഞൻ മീനുകൾ ഒരു നിസാരക്കാരനല്ല. ഒരുപാട് ജീവകങ്ങളും ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ടത്രേ. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഉള്ളിയെല്ലാം വൃത്തിയാക്കിയെടുത്ത് ഇനി നമുക്കിത് നന്നായി കഴുകിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 5-6 വെളുത്തുള്ളി കൂടി വേണം. ഈ ചെറിയ ഉള്ളിയെല്ലാം ഞാൻ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ അരിയുന്നില്ല, അതങ്ങനെ തന്നെ മുഴുവനായിട്ട് തന്നെ ഇടാം. ഈ പുരട്ടി വെച്ച മീനിൽ നിന്ന് പകുതി ഞാൻ കറിക്കും പകുതി ഞാൻ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് കറിക്ക് വേണ്ടതെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ ഉലുവ, കടുക് ഇഷ്ടമാണെങ്കിൽ കടുകിടാം. ഞാൻ കടുകിടുന്നില്ല, ഞാൻ ഉലുവ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. 1 സ്പൂൺ ഉലുവ ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി ഞാൻ ആദ്യമേ തന്നെ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു കേട്ടോ. ഇനി ഈ ഒരുപാട് മൂക്കണ്ട, ഒന്ന് വഴണ്ടു വന്ന ഈ ഉള്ളിയിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ അരച്ച് വെച്ച നമ്മുടെ അരപ്പും കൂടി ചേർത്തി കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് തമിഴ്നാട് സ്റ്റൈലിലാണ് വെക്കുന്നത്, അതാണ് കുഴമ്പ് എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഈ മിക്സി ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് അതിലേക്ക് ചേർത്തി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ഈ മീനുകളെല്ലാം അതിലേക്ക് ചേർത്തി കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കറി ചാറെല്ലാം കുറുകി മീനെല്ലാം വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇപ്പോൾ എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന ഒരു സിനിമ പേര് തന്നെ ഉണ്ടല്ലോ. ഇനി നമ്മൾക്ക് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചൂടായ തവയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ആ മീനുകളെല്ലാം ഇട്ട് ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറിയും മീൻ ഫ്രൈയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലുള്ള എളുപ്പപ്പണികളെല്ലാം ചെയ്യുന്നുണ്ടാവുമല്ലോ. എനിക്ക് കൂടി അത് ഷെയർ ചെയ്ത് തരണം കേട്ടോ.
ഞാൻ ഈ കറിയും ഫ്രൈയും ഈ ലഞ്ച് ഞാൻ ഇപ്പോൾ റെഡിയാക്കിയത് വെറും 10 മിനിറ്റിനുള്ളിലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, എന്നെ സബ് ചെയ്ത് കൂട്ടാക്കണം, കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.